ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേടിയ ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ജീവിതത്തെ മൊത്തത്തിൽ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിന്റെ ആദ്യം ഇങ്ങനെയാണ് പറയുക: അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈശോ തന്റെ ശിഷ്യരോടും അവിടെ നിൽക്കുന്ന എല്ലാവരോടും പറയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈശോയുടെ ഒപ്പം ഉള്ളവരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ഈശോയുടെ വചനങ്ങൾക്ക് കേട്ടവരാ. അവരോട് പറയാണ്, നിങ്ങൾക്കും വഴിതെറ്റാൻ തക്ക രീതിയിലെ സാധ്യതകൾ വരും, അപ്പം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. എന്താ ഈശോ പറഞ്ഞു വയ്ക്കുക? അവസാന കാലഘട്ടങ്ങളെ കുറിച്ച് പറയുക. കള്ളപ്രവാചകന്മാരിറങ്ങുന്ന കാലഘട്ടം, കള്ളക്രിസ്തുമാരിറങ്ങുന്ന കാലഘട്ടം, ഒരു കൺഫ്യൂഷൻ നിറയുന്ന ഒരു കാലഘട്ടം. ഈ കൺഫ്യൂഷൻ നിറയുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ജ്ഞാനം പോലെ തന്നെ ഒന്നാണ് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം. ഞാൻ എൻ്റെ ക്രിസ്തുവുമായിട്ട് ആഴമേറിയ ബന്ധത്തിലാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ അത്ഭുതങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ അടയാളങ്ങൾ കാണിച്ചാലും എനിക്ക് ചുറ്റും എത്രമാത്രം നാശങ്ങളോ അനിഷ്ടങ്ങളോ സംഭവിച്ചാലും എൻ്റെ മനസ്സെപ്പോഴും ക്രിസ്തുവുമായിട്ട് സംവാദിച്ചുകൊണ്ടിരിക്കും. ഒരു ശക്തിക്കും ഒരത്ഭുതങ്ങൾക്കും ഒരു ദുരിതങ്ങൾക്കും എന്നെ വഴിതെറ്റിക്കാനായിട്ട് സാധിക്കുകയില്ല. ദുരിതങ്ങൾക്ക് എന്നെ നിരാശയിലേക്ക് കടന്നു വരാനോ അത്ഭുതങ്ങൾക്ക് എൻ്റെ കണ്ണ് മഞ്ഞളിപ്പിക്കാനോ സാധിക്കത്തില്ല, എനിക്ക് എൻ്റെ ക്രിസ്തുവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ. ഇന്ന് നീ പരിശോധിക്കേണ്ടത് ഈ ഈശോയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ആഴമേറിയ ഒരു ബന്ധം ഇല്ലെങ്കിൽ നീ അത് സ്ഥാപിക്കുക. ഇൻറ്റിമസി, ഈ ആഴമേറിയ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ അവസരങ്ങളും പിടിച്ചു നിൽക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഒരു അനുയായിയായിട്ട് നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഇവരെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിന്നോടുള്ള ആഴമേറിയ ബന്ധത്തിൽ അനുദിനം വളരുവാനായിട്ട്, ആ ബന്ധത്തെ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന ഏത് സംഭവങ്ങളാണെങ്കിലും മനസ്സ് പതറാതെ, ജീവിതം പതറാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തേക്ക് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു